ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ വെടിനിർത്തലിനെ ചൊല്ലി ഇസ്രയേൽ പ്രധാനമന്ത്രിയും സൈന്യവും തമ്മിൽ കടുത്ത ഭിന്നത. പകൽ വെടിനിർത്തിയതിൽ ക്ഷുഭിതനായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വലതുപക്ഷ തീവ്രവാദികളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം. പശ്ചിമേഷ്യയിലെ ഗസയിൽ ഇസ്രയേൽ സേനയും ഹമാസും ഇപ്പോൾ തെരുവ് യുദ്ധം നടത്തുമെന്ന വാർത്തകൾ കൂടി വരുന്നുണ്ട്. 42 പേർ ഇതിനകം കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടു എന്ന വാർത്തയുമുണ്ട്. പി ജെയിംസ് നമുക്കൊപ്പം ചേരുന്നു പശ്ചിമേഷ്യയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ കാര്യങ്ങൾ പരിശോധിക്കാൻ. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ് കെ. ഈ പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടാകത്തില്ല എന്ന് തന്നെ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വഴുതി മാറുകയാണോ? ഏതാണ്ട് അത് ശരിയാണ്. എന്ന് മാത്രമല്ല, ഇസ്രായേൽ യുദ്ധകാല മന്ത്രിസഭയിൽ വലിയ ഭിന്നത ഉടലെടുത്തിരുന്നു. യുദ്ധകാല മന്ത്രിസഭയിൽ അംഗമായിരുന്ന പ്രതിപക്ഷ നേതാവ് ഇസ്രായേലിൻ്റെ മുൻ സൈന്യാധിപൻ കൂടിയായിട്ടുള്ള ബെന്നി ഗാൻസ് രാജിവെച്ചിരുന്നു. അപ്പോൾ തന്നെ ഒരു പൊട്ടിത്തെറിയുടെ സൂചന ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ അത് സൈന്യത്തിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. ഒരുപക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധം തുടങ്ങി 8 മാസം കഴിഞ്ഞു, 9ാം മാസത്തിൽ നിൽക്കുമ്പോൾ ഒരുപക്ഷേ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ഇത് തന്നെയായിരിക്കാം. കാരണം സൈന്യം ഒരു ഭാഗത്ത്, വലതുപക്ഷ തീവ്രവാദി നേതാക്കൾ മറുഭാഗത്ത്. ഇതിനിടയിൽ തീരുമാനമെടുക്കാനാവാതെ വരുന്ന തരത്തിലാണ് കാര്യങ്ങൾ. എന്ന് മാത്രമല്ല എസ് കെ, കഴിഞ്ഞ രാവിലെ 8 മുതൽ വൈകിട്ട് 7 മണി, രാത്രി 7 മണി വരെയുള്ള സമയത്ത് വെടിനിർത്തൽ, സ്വയം പ്രഖ്യാപിത വെടിനിർത്തൽ നടത്തി ഇസ്രായേൽ സൈന്യം. ഇത് ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെ അനുമതിയോടെയല്ല എന്ന തരത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു സൈന്യത്തിൻ്റെ മേധാവികൾക്ക് നേരെ പൊട്ടിത്തെറിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എന്തായാലും ആരാണോ ഇതിന് ഉത്തരവ് കൊടുത്തത് അവർക്കെതിരെ നടപടി ഉണ്ടാവുമെന്ന് പറയുന്നു. പ്രത്യേകിച്ച് നെതന്യാഹുവിനെ പിന്തുണയ്ക്കുന്ന വലതുപക്ഷ തീവ്രവാദികളായിട്ടുള്ള സിയോണിസ്റ്റുകൾ, അതിൻ്റെ നേതൃത്വത്തിൽ അവിടുത്തെ ദേശീയ സുരക്ഷാ മന്ത്രി ബെൻ ഗീവർ അടക്കമുള്ളവർ അതിശക്തമായിട്ട് എതിർപ്പ് പ്രകടിപ്പിക്കുകയും പിന്തുണ പിൻവലിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് അറിയുന്നത്. എന്തായാലും ഇസ്രായേൽ സൈന്യം പറയുന്നത് അവിടേക്ക് ഈ ഗസയിലേക്ക് ഭക്ഷണം വരുന്നില്ല. കുട്ടികളടക്കം 10,000-കണക്കിന് ആൾക്കാർ മരണത്തിൻ്റെ വക്കിലാണ്. പട്ടിണി കിടന്ന് മരിക്കുന്നത് തടയാൻ വേണ്ടിയാണ് അവർ ഗസയിലേക്ക് ഈ ട്രക്കുകൾ കയറാൻ വേണ്ടിയാണ് വെടിനിർത്തൽ നടത്തിയത്. എന്ന് മാത്രമല്ല, സൈന്യത്തിന് വല്ലാത്ത പരാതിയുണ്ട്. 8-9 മാസമായിട്ട് അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എസ് കെ, കഴിഞ്ഞ ദിവസമാണ് 8 സൈനികർ അവിടുത്തെ ഒരു സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത്. വടക്കൻ ഗസയിലും ഇത് തന്നെ സംഭവിച്ചു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ സൈന്യത്തിന് ഏതാണ്ട് മടുത്ത അവസ്ഥയാണ്. പക്ഷേ ഹമാസിനെ അവസാനിപ്പിച്ച് അടങ്ങൂ എന്നാണ് പ്രധാനമന്ത്രി നെതന്യാഹു പറയുന്നത്. അത് എളുപ്പമല്ല. 3-1 പേരാണ് 9 മാസം കഴിഞ്ഞിട്ടും അവരെ കീഴടക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴും ഹമാസ് ശക്തമായിട്ടുള്ള തെരുവ് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ഈ 24 മണിക്കൂറിനുള്ളിൽ 42 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. മരണസംഖ്യ 37,500-ന് അടുത്തെത്തി നിൽക്കുകയാണ്. അതിൽ സ്ത്രീകളും കുട്ടികളും 27,000-ഓളം ഉണ്ട്. കുട്ടികൾ 16,000-ലേറെ കുട്ടികൾ കൊല്ലപ്പെട്ടു. എസ് കെ, ഒരു പക്ഷേ ഇതിനിടയിൽ നമുക്കൊക്കെ ആശ്വാസം പകരുന്ന ഒരു ദൃശ്യങ്ങൾ വന്നത് ഈ ബക്രീദ് ആഘോഷം നടക്കുമ്പോൾ അൽ-അഖ്സ ആശുപത്രിയിൽ അവരുടെ ബന്ധുക്കളും മാതാപിതാക്കളൊക്കെ പലരും പരിക്കേറ്റും രക്തം ചിന്തിയും ആശുപത്രിയിലാണ്. ആ 100 കണക്കിന് കുട്ടികൾ കൂട്ടമായി നിന്ന് ബക്രീദ് ആഘോഷിക്കുന്നു. അവർ പാട്ട് പാടുന്നു, അവർ സന്തോഷിക്കുന്നു. അവർക്ക് നല്ല വസ്ത്രങ്ങളില്ല, ഭക്ഷണമില്ല. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ ഇരമ്പിയാർക്കുകയാണ്. അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ടാണ് ഈ കുട്ടികൾ ബക്രീദ് ആഘോഷിക്കുന്നത്. പാലസ്തീനിലും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങൾ, ലെബനോണിലും യുദ്ധം നടക്കുന്ന മേഖലകളിലൊക്കെ ഈ ബക്രീദ് ആഘോഷം നടക്കുകയാണ്. യുദ്ധത്തിന് നടുവിൽ ആഘോഷം. ഒരുപക്ഷെ യഹൂദർക്കും ഇസ്ലാം മതവിശ്വാസികൾക്ക് ഒരുപോലെ പ്രധാനപ്പെട്ടതാണത്. ഈ പഴയ നിയമം അനുസരിച്ച് ബൈബിളിൽ എബ്രാഹവും ഇസഹാക്കും മകനെ ബലി കൊടുക്കാൻ പോയ സംഭവം, ഇവിടെ ഇബ്രാഹിം അദ്ദേഹത്തിൻ്റെ മകൻ ഇസ്മായിലിനെ എന്നുള്ള തരത്തിൽ പരസ്പര സമാനതകളുള്ള പലത് ഖുറാനിലും ബൈബിളിലും ഉണ്ട്. പഴയ നിയമത്തിലെ യഹൂദരായിട്ടുള്ള ആൾക്കാരുടെ കാര്യമാണത്. അപ്പോൾ യഹൂദ മതത്തിൽ നിന്നാണ് ഇസ്ലാം മതവും ക്രൈസ്തവ മതമൊക്കെ ഉണ്ടായെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആഘോഷങ്ങൾക്ക് നടുവിൽ ഒരുപക്ഷെ സൈനികർ മൗനം പാലിച്ചതാവാം. സൈന്യത്തിന് പോലും തോന്നുന്ന ബുദ്ധി ഇസ്രായേൽ പ്രധാനമന്ത്രി ക്രൂരത കൊണ്ട് ഒരുപക്ഷെ ഹിറ്റ്ലറെ തോൽപ്പിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. എസ് കെ ജെയിംസ്, മറ്റൊരു കാര്യം, ഈ ഇന്ത്യ ചൈന സംഘർഷത്തെ തുടർന്ന് ഇന്ത്യയുടെ ഇലക്ട്രോണിക് വ്യവസായത്തിന് 1.25 ലക്ഷം കോടിയുടെ നഷ്ടമുണ്ടായി എന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്ത വരുന്നുണ്ടല്ലോ. എന്താണ് അതിൻ്റെ ഉള്ളുകള്ളി? എസ് കെ, ഒരുപക്ഷെ ഇന്ത്യയും ചൈനയും ഈ കയറ്റുമതി രംഗത്ത് അല്ലെങ്കിൽ വ്യാപാരത്തിൽ ഏതാണ്ട് വലിയ പാർട്ട്നേഴ്സായിരുന്നു. ഇപ്പോഴും ഏതാണ്ടാണ്.
പക്ഷെ അതിന് ഒരുപാട് ഇടിവ് സംഭവിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഇലക്ട്രോണിക് വ്യവസായത്തിൽ ഒരുപാട് കമ്പോണൻസ് ഘടകങ്ങൾ ഒക്കെ വരുന്നത് ചൈനയിൽ നിന്നാണ്. ചൈനീസ് കമ്പനികൾക്കൊരു നല്ല ആധിപത്യം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ചൈനയുടെ ആധിപത്യം കുറയ്ക്കാനും അവിടുത്തെ ആപ്പുകൾ നിരോധിക്കാനും തീരുമാനമെടുത്ത ശേഷം ചൈനീസ് കമ്പനികൾക്ക് ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ത്യൻ കമ്പനികൾക്ക് അവിടുന്ന് ഇലക്ട്രോണിക് ഗുഡ്സ് വേണ്ട പോലെ കൊണ്ടുവരാൻ പറ്റുന്നില്ല. അങ്ങനെ അവരുടെ വ്യവസായ മേഖല തന്നെ തകർന്നു എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഇത് വന്നിരിക്കുന്നത്. 1.25 ലക്ഷം കോടിയുടെ നഷ്ടമുണ്ടായിരിക്കുന്നു എന്ന് പറയുന്നു. ഒപ്പം തന്നെ ചൈനയ്ക്കുമുണ്ട് നഷ്ടം. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതും വേണ്ട പോലെ നടക്കുന്നില്ല. പക്ഷേ ഇവർ തമ്മിലുള്ള വ്യാപാരം മറ്റ് മേഖലകളിൽ കൂടിയിട്ടുണ്ട്. പക്ഷേ പല മേഖലകളിലും ഇത് തകർന്നിരിക്കുന്നു. ഇത് ഈ യുദ്ധം എന്ന് പറയുന്നില്ല, സംഘർഷത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. SKN ഓർക്കുന്നുണ്ടാവും, 2020 ജൂൺ 15 ഗാൽവൻ താഴ്വരയിൽ ഇന്ത്യ ചൈന സൈനികർ ഏറ്റുമുട്ടിയതും 20 ഇന്ത്യൻ സൈനികർ വീരമൃത്യു പ്രാപിച്ചതും. ചൈനയുടെയും ഏതാനും സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. അവർ യഥാർത്ഥ കണക്ക് എപ്പോഴും വെളിപ്പെടുത്തിയിട്ടില്ല. എന്തായാലും അതിൻ്റെ 4ാം വർഷം ആചരിക്കുകയാണ്. അപ്പോൾ സംഘർഷത്തിന് കുറവില്ല എന്ന് മാത്രമല്ല, ചൈന ചെയ്യുന്ന ഒരു പ്രധാന പണി ഇപ്പോൾ പാകിസ്ഥാനെ കൂടി ഇന്ത്യയുടെ അതിർത്തിയിൽ എക്യുപ്പ് ചെയ്യുകയാണ്. ചൈനയുടെ റഡാറുകൾ, ചൈനയുടെ തരത്തിലുള്ള ഡ്രോണുകൾ അടക്കം എല്ലാം പാകിസ്ഥാന് കൊടുത്തുകൊണ്ട് ഇന്ത്യക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുക എന്നുള്ള നിലപാടാണ് ചൈന സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിൽ മാത്രമല്ല, ബംഗ്ലാദേശിൽ തുറമുഖം വരുന്നു ഇന്ത്യയിലേക്ക് നോക്കുന്ന രീതിയിൽ, ശ്രീലങ്കയിൽ, ഏറ്റവും അവസാനം മാലദ്വീപിൽ. അപ്പോൾ ഇന്ത്യയെ വളഞ്ഞു വയ്ക്കാനുള്ള ശ്രമമാണ്. അതുകൊണ്ടാണ് ഇന്ത്യ വിയറ്റ്നാമിലും ചൈനയുടെ ശത്രുക്കളായിട്ടുള്ള വിയറ്റ്നാമിലും അതുപോലെ തന്നെ ഫിലിപ്പീൻസിലൊക്കെ നമ്മുടെ ബ്രഹ്മോസ് മിസൈലുകൾ നൽകുന്നത്. എന്തായാലും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ഇപ്പോഴും വഷളായി തുടരുകയാണ്. അത് തീരാനുള്ള സാധ്യതകളൊന്നും കാണുന്നില്ലെന്ന് അമേരിക്ക തന്നെ ഇന്നലെ വെളിപ്പെടുത്തിയിരുന്നു. എന്തായാലും പ്രശ്നങ്ങൾ രൂക്ഷമായി തുടരുകയാണ്. ബി ജെയിംസ്, മറ്റൊരു കാര്യം, ഈ സ്വിറ്റ്സർലൻഡിൽ നടന്ന യുക്രൈൻ സമാധാന ഉച്ചകോടിയിൽ തീരുമാനം വന്നിരിക്കുന്നത് യുക്രൈൻ്റെ പരമാധികാരവും സ്വാതന്ത്ര്യവും ആ മണ്ണും നിലനിർത്താതെ ഒരു വെടിനിർത്തൽ ഇല്ല എന്ന് അസന്നിഗ്ധമായി ഉച്ചകോടി പറഞ്ഞിരിക്കുന്നു. ഒരു നല്ല തീരുമാനമായി എനിക്കത് തോന്നുന്നു. SKN തീരുമാനം നല്ലതാണ്. പക്ഷേ റഷ്യയെ പങ്കെടുപ്പിക്കാതെയാണ് ഈ സമാധാന സമ്മേളനം നടന്നത്. ഇത് ശരിയായില്ലെന്ന് ഇന്ത്യ, സൗദി അറേബ്യ അടക്കമുള്ള 10 രാജ്യങ്ങൾ പറഞ്ഞു. പക്ഷെ അതിൽ പങ്കെടുത്ത 90 രാജ്യങ്ങളിൽ 80 രാജ്യങ്ങൾ ജോയിൻ്റായിട്ട് സംയുക്തമായി പ്രസ്താവന ഇറക്കി. അതിലാണ് പറഞ്ഞിരിക്കുന്നത് ഉക്രൈൻ്റെ ഭൂമി സംരക്ഷിക്കാതെ ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും സാധ്യതയില്ല, ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പരമാധികാരം നിലനിർത്തണം. പക്ഷേ വ്ളാഡിമിർ പുടിൻ മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയിൽ എവിടെ ഞങ്ങൾ നിൽക്കുന്നു അവിടെ വെച്ച് തീർക്കാം. ഒരുപക്ഷെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നത്തിൽ ഇതുപോലെ ഉണ്ടായിട്ടുള്ളതാണ്. ആ ജനറൽ പറഞ്ഞത് 48 മണിക്കൂർ തരൂ, ഞങ്ങൾ കറാച്ചി വരെ പോകാമെന്നാണ് അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനോട് പറഞ്ഞത്. നെഹ്റു പറഞ്ഞത് അവിടെ നിർത്തണം, ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനമാണ്. ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയ്ക്ക് കടലാസ് വിലയുള്ളൂ. 80 രാജ്യങ്ങൾ ഒരുമിച്ച് ഉക്രൈനിൽ നിന്ന് റഷ്യ പിന്മാറിയാൽ ഉടൻ നമുക്ക് സന്ധി ചർച്ചയാവാം. പക്ഷേ പുടിൻ പറയുന്നത് എവിടെ വെച്ച് ഞങ്ങൾ കീഴടക്കിയിട്ടുണ്ടോ, കിഴക്കൻ ഉക്രൈൻ ഏതാണ്ട് 1/3 പ്രദേശം ഞങ്ങൾക്ക് വിട്ടു നൽകിയാൽ സമാധാനമാവാമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള സാധ്യതയില്ല. ഒപ്പം തന്നെ SKN ഇന്ത്യ ഈ സംയുക്ത പ്രസ്താവനയിൽ നിന്ന് വിട്ടുനിന്നു. ഇന്ത്യയുടെ മന്ത്രിമാർ പങ്കെടുത്തില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കണമെന്ന് സെലൻസ്കി നേരിട്ട് കണ്ട് പറഞ്ഞു. പക്ഷേ ഇന്ത്യ ഇതിൽ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. റഷ്യയെ പിണക്കാൻ പറ്റില്ല, റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ, എണ്ണ ഒക്കെ വാങ്ങിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. അപ്പം അതുകൊണ്ട് ഇന്ത്യ പങ്കെടുത്തു എന്ന് വരുത്തി. പക്ഷേ ഇത് ചെയ്തില്ല. സൗദി അറേബ്യ പറഞ്ഞത് റഷ്യയെ കൂട്ടാതെ ഒരു സമാധാനം നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സൗദി അറേബ്യ മാറിയിരുന്നു, UAE മാറിയിരുന്നു, ഇന്തോനേഷ്യ, തായ്ലൻഡ്, സൗത്ത് ആഫ്രിക്ക അടക്കമുള്ള രാജ്യങ്ങളൊക്കെ മാറിയിരുന്നു. 10 രാജ്യങ്ങൾ മാറിയെന്നെങ്കിലും 80 രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഇത് പാലിക്കുകയാണ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.